അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറ്റാലിയൻ റെസിപ്പി ആയിട്ടാണ്. ബീഫ് റവിയോളിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുട്ടയുടെ മഞ്ഞ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്കൊരു 4 മുട്ടയുടെ മഞ്ഞോളം വേണ്ടി വരും. പാസ്തയുടെ ഡോ തയ്യാറാക്കാൻ വേണ്ടിയാണ് മുട്ട ഇതുപോലെ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. ഇനി ഈ മൈദ സൈഡിലോട്ടേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് നടുവിലായി മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നേരത്തെ നമ്മൾ മുട്ടയുടെ മഞ്ഞ മാത്രമായിരുന്നു ഇട്ടത്. ഇനി ഇതിലേക്ക് ഒരു മുഴുവൻ മുട്ട കൂടി ഇടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഇത് കുഴച്ചെടുക്കണം. ഒരു 5 മിനിറ്റോളം നന്നായി കുഴച്ചതിന് ശേഷം അരമണിക്കൂറോളം ഇത് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തതായി നമ്മളിതിൻ്റെ ഫില്ലിംഗ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഞാൻ ബീഫ് വേവിച്ച് പൊടിച്ചെടുത്തതാണിത്, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ലെറ്റ്യൂസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെറ്റ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാബേജോ സെലറിയോ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനെഗറും 1 ടീസ്പൂൺ ഷുഗറും വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്താൽ ബീഫിന് നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ഇതിലോട്ടേക്ക് ഒരു 3 ടൊമാറ്റോളം പ്യൂരി ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് ഒരു ചീസി ടെക്സ്ചർ വരാൻ വേണ്ടി ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചീസ് നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. അടുത്തതായി പാസ്ത ഡോ ഇതുപോലെ 2 പാർട്ടായി കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മളിതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ പരത്തിയെടുക്കും. നേരത്തെ റെഡിയാക്കിയ ഫില്ലിങ്സ് ഇതുപോലെ ഒരു സൈഡിലായി ഇട്ട് കൊടുക്കാം. നടുവിൽ ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ സൈഡിലായി തന്നെ ഇട്ട് കൊടുക്കണം. പാസ്ത നന്നായിട്ട് സ്റ്റിക്കാവാനായിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ വെള്ളം ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഹാഫായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഓരോ ഫില്ലിംഗ് ആയിട്ടും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു കട്ടറും ഉണ്ട്, ഇത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഒരു ഭംഗിക്കായി ഓരോ സൈഡും ഫോർക്കിനോട് പ്രസ് ചെയ്തും കൊടുക്കാം. പാസ്ത കുക്ക് ചെയ്യാനായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പാസ്ത കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു 2-3 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പാസ്ത സോസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബേസിലും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റവിയോലി പാസ്ത ഇവിടെ റെഡിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.